ഓമനകല്ലരി കുട്ടിച്ചാത്ത, നിന്റെ മനസ്സെന്നോടുണ്ടെങ്കിലേ ഏതെങ്കൊരു തെളി പോയോണ്ടാലേ മാനം കെടാണ്ടിങ് പോന്നുവല്ലോ. എൻ്റെ ഒപ്പം കീഞ്ഞി പുറപ്പെടണേ ഓമനകല്ലരി കുട്ടിച്ചാത്ത. പനിയാക്കുറുള്ളി കുഞ്ഞിച്ചക്കു ഒന്നോക്കിടങ്ങുറങ്ങുന്നേരം നല്ലോണം പാട്ടെല്ലാം പാടുന്നുണ്ടെല്ലാം പഠിച്ചോൻ. ഇഷ് എല്ലാ കേളപ്പാട്ട, എന്ത് നല്ല പാട്ടാ ഇതല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ പണ്ട് ഞാറുവെല്ലാം നടുമ്പോഴുള്ള പാട്ട്? ഇപ്പോഴത്തെ മക്കൾക്കെല്ലാം ഉണ്ട് അറിയുന്ന കേളപ്പാട്ട ഇങ്ങനത്തെ എല്ലാം പാട്ട്. ശരിയാ ജാനു, ഇനി പണ്ടൊരു പാട്ട് പാടല്ലേ നമ്മളെ പൂമാലേ പൊന്നമ്മന്റെ പാട്ട്. അതൊന്ന് പാടിയനെ ജാനു, ഇപ്പത്തെ മക്കളെല്ലാം ഒന്ന് കേക്കട്ടെ. പറഞ്ഞതിൻ്റെ തൊട്ട് ശരിയല്ല, അല്ല മറന്നു പോയിക്ക് കേളപ്പാട്ട. എന്നാലും സാരമില്ല, സംഗതി ഒന്നും ഇല്ലെങ്കിലും ഞാനങ്ങ് പാടാ കേളപ്പാട്ട. എന്നാ ഇതൊക്കെ കേട്ടോ. മകരം പിറന്നോരെ മാവു പൂത്തു, മകരം പിറന്നോരെ മാവു പൂത്തു, പൂക്കൈത പൂത്തു മണം പൊന്തിയല്ലോ, പൂക്കൈത പൂത്തു മണം പൊന്തിയല്ലോ, പൂക്കൈത പൂത്തു മണം പൊന്തിയല്ലോ. കൊമ്പത്തിരിക്കുന്ന മരനോട്, കൊമ്പത്തിരിക്കുന്ന മരനോട് മാമാതം കുഞ്ചുന്ന പെൺകിടാവ്. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. എല്ലാ ആരെയും കാണുന്നില്ലാലും മളെ കല്യാണത്തിന്. തേട് പോയി എല്ലാരും നാളത്തേക്ക് വരും വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഉമ്മക്ക് നേരത്തെ തന്നെ ചോറും തന്നും ഉമ്മക്ക് അങ്ങ് പോവാലോ. എല്ലാ ബിന്ദു സിനിമ പിടുത്തക്കാരിലുണ്ടല്ലോ, ഇതറിയപ്പ ഇടറല്ലിട്ടൂടെ. ജാനുടുത്തി, ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടിട്ടില്ല. കാണുമെന്നില്ലൂടെ ഒരു പെൻസില് പോലത്തെ പെണ്ണ. ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാലാ കൈക്കൊന്നഞ്ഞി പെണ്ണിന് വയസ്സം ഗ്യാസ് ആയിപ്പിക്കില്ല. ഇപ്പൊ ഒരു ചിരട്ടക്കണല് പോലത്തെ ചെക്കനെയാ കിട്ടിയെന്ന് പറയുന്ന കേട്ടക്ക്. ആ ജാനുടുത്തി, അതാരാ പോന്നു? നിങ്ങളെ സാക്ഷരത ക്ലാസ്സിലെ ലൈനതാ പോന്ന്. ആരീ മൂസക്കിയാ ഇഞ്ഞോരൊന്നും പറയുന്ന മളെ, ആരെയും കേട്ടിട്ടുണ്ടേ വിചാരിക്കും. നേരം മെല്ലണം പറഞ്ഞനെ. എന്നെ കാണ്ടിയാണ് മക്കളെ. അതാ കണ്ട് മക്കളെ കണ്ട്. ഓ പഠിച്ച തമ്പുരാനെ, ഞമ്മളിതാരിയായി കാണുന്നേ നമ്മളെ സ്വന്തം ജാനൂനല്ലേ. മൂസക്ക് ഇങ്ങോട്ട് ഞാൻ തോന്നല്ല മക്കളെ വരുന്നത്. ഇപ്പൊ നോക്കറോ എന്തൊരു ഗ്രാമറാ. ഗ്രാമർ അല്ല ജാനുടുത്തി, ഗ്ലാമറാ. അവസാനം എറു വന്നക്കല്ല മളെ, അത് മതി. അത് ശരി, ഇഞ്ഞിത് നേരത്തെ തന്നെ കുത്തിരിഞ്ഞ് ചോറുവെല്ലാം തിന്നണ്ട പരിപാടിയല്ലേ. അല്ല, ഇഞ്ച അശോകന് ഒരു വീടെടുക്കുന്നുണ്ട്, എമ്മാതിരി വലിപ്പമുള്ള വീടാ ജാനു. ഇഞ്ഞ ഓരോട് പറയണോ, ഇത്തിരി വലിയ വീടെടുത്താല് ആഡംബര നികുതി വരുമെന്ന് കേട്ടുക്ക. മൂസക്ക ഏടം വരിക മക്കളെ, നികുതി വരുവാ ഏടം വരിക. ഏടംബരല്ല ജാനു, ആഡംബരോ. എന്തെന്നാ ഭാവി കറി? ജാനുടുത്തി, ഇത് മീൻ കറിയാന്നേ. അല്ല ഭാവി, കടലിനിപ്പം മാങ്ങ അവനെ കിട്ടല്. എന്തും ജാനുടുത്തി, ഇഞ്ചു തന്ന കറിയിലെല്ലാം മാങ്ങേന്റെ കഷ്ണം. ഒരു മീനിന്റെ കഷ്ണം നോക്കട്ടെ. ആവൂല്ല ജാനുടുത്തി കേട്ടോ. ജാനുടുത്തി, എന്തെന്നേന് ഇന്നലെ കുഞ്ഞിക്കണ്ണ മാഷങ്ങളവിടെ വരുന്നുണ്ട്. ഒന്നും പറയണ്ടേ മളെ, അത് മെഞ്ഞാന്ന് നല്ലൊരു മഴ പെയ്തിക്കില്ലേനാ. അന്നേരം വയലെല്ലാം നല്ലോണം വെള്ളം കാരിനി, നല്ലോണം മീനും കാരിനി. അങ്ങനെ കുഞ്ഞിക്കണ്ണ മാഷി മീൻ പിടിക്കണ്ടിട്ട് ഒറ്റലെടുത്ത് വന്നതാ. ഒറ്റൽ എന്തെന്നാന്നറിയാവോ ബിന്ദു? എനിക്ക് ഒറ്റലാ? അറിയാ. അങ്ങനെ വെള്ളത്തുനിന്ന് എന്തോ ഇളകുന്ന കണ്ടിട്ട് കുഞ്ഞിക്കണ്ണൻ മാഷി ഒറ്റലുകൊണ്ട് കുത്തി. മാഷ് ആദ്യം ഒന്ന് തലയിട്ട് നോക്കി എന്തോ ഉണ്ടോ എന്നുള്ളപ്പോ എന്തോ പിടക്കും പോലെ കാണുന്നുണ്ട്. കൈയിടും പേടി, പാമ്പാറ്റാന്ന് വിചാരിച്ചിട്ട്. അന്നേരം മക്കളെ കേളപ്പാട്ടൻ അതിൽ കൂടി പോന്ന്. കേളപ്പാട്ടൻ ചോദിച്ചു എന്തെന്നാ മാഷേ? അപ്പൊ മാഷ് പറഞ്ഞു ഒന്നുമില്ല, അതൊരു മീനെ കണ്ടിട്ട് കുത്തിയതിനും കൈയിടും പേടിയാന്ന് പറഞ്ഞു. എന്നാ ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ ഇട്ടുതരാന്ന് പറഞ്ഞു. അപ്പൊ അത് കേളപ്പാട്ടൻ നേരെ പോയി ഒറ്റലിന്റെ ഉള്ളിൽ കൂടി കൈയിട്ട് തപ്പിയിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ ധൈര്യത്താണ് പിടിച്ച, ഒരു പ്രശ്നമില്ല, അത് ഞാൻ പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ മാഷ് ചോദിച്ചു എന്തെന്നാ കേളപ്പാ പൊട്ടിച്ചിട്ട്? അതൊരു വലിയൊരു ഞണ്ട, അതിന്റെ കാല് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങൾ ധൈര്യത്താണ് പിടിച്ച് കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു. മാഷ അതുപോലെ തന്നെ ഒറ്റലിന്റെ ഉള്ളിൽ കൂടി കൈയിട്ട് പിടിച്ച് പൊന്തിച്ച് നോക്കുമ്പോ എന്തെന്നാ
മാഷ കണ്ണടല്ലേ മക്കളെ പൊട്ടിച്ചിട്ട് ആദ്യം കുഞ്ഞു നോക്കുമ്പോ ഇത് വീണ മാഷ കണ്ടിക്കില്ല. ഒടിച്ചതാങ്ക് പ്രശ്നമില്ലേനും മോളെ, ഇതപ്പാട് പൊട്ടിച്ചങ്ങ് എടുത്തു കഴിഞ്ഞിക്ക് കാലി. ഞാൻ എന്തെന്നായി കുരിപ്പിനെ വാണ്ട് അതിന്റെ പൈസക്ക് വന്നതാന്നേ മക്കളെ. 2500 ഉറുപ്പ്യ എണ്ണി കൊടുത്തതാ. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ആ എന്തല്ല എന്നോടത്തി ദേടിയ ഫ്ലാസ്കോ എല്ലായിട്ട് പോയേ? ഒന്നും പറയണ്ടേ മന, എന്റെ അടുത്ത കേളപ്പാട്ടൻ ആസ്പത്രിയിലാള്. അത് ശരി, എന്തെന്നാ പറ്റി? എന്താ പറയേ, ഇപ്പം ബാറും എല്ലാം പൂട്ടിയല്ലോ. ഇപ്പൊ കേളപ്പാട്ടൻ കള്ളവാറ്റ അടിക്കല് തൈക്കണ്ടത്തിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അത് അങ്ങനെ കേളപ്പാട്ടെ തൈക്കണ്ടത്ത് നിന്നല കള്ളും നല്ലോണം കുടിച്ച് നല്ല ചൂടും പറ എന്റെ അടുത്ത മിറ്റത്ത് ഇന്നല എന്റെ ശോഭന്റെ മക്കള് ദീപാവലിക്ക് കൊണ്ടുവന്ന കൊറേ ചൈനീസ് പടക്കം ബാക്കിയിട്ടേന്, അതെടുത്ത് പൊട്ടിച്ചിക്ക് ഇന്നലെ. അപ്പാട് കൊറേ ബീഡിപ്പടക്കം പോലത്തെ സാധനം കൊറേ മിറ്റത്തുണ്ട് പൊട്ടാത്ത. കേളപ്പാട്ടൻ വിചാരിച്ച് കേളപ്പാട്ടൻ ഭരിക്കുന്ന ബീഡിയായി കാണുന്നത്. എന്നോട് വിളിച്ചു ചോദിച്ചു, അല്ലേ ജാനു എന്റെ ബീഡിയെല്ലാം എടുത്ത് പിന്നെ മിറ്റത്ത് ചാടിയത്. എന്റെ മനെ, അപ്പാട് ഞാൻ അടുക്കളയെന്ന് ഓടി വരുമ്പോൾക്ക് കേളപ്പാട്ടൻ അതെടുത്ത് വലിക്കലും കഴിഞ്ഞിക്ക് കത്തിക്കലും പൊട്ടലും എല്ലാം ഒപ്പര. അപ്പാട് ഞാളെന്ത് പണിയെടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോയി മനെ. ഇപ്പം കേളപ്പാട്ടനെ കാണുമ്പോ ചിരിയാന്നേ വരുന്ന ഒരു ചൈനക്കാരൻ്റെ തൊട്ടുണ്ട് കേളപ്പാട്ടനെ ഇപ്പം കാണുമ്പോ. ഞാൻ വിചാരിച്ചു കേളപ്പാട്ടൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഓരോ ദോഷം വരുന്ന സമയത്തിന് എന്തോ മോശാറ്റുണ്ടോളിന്ന് വിചാരിച്ച് കേളപ്പാട്ടന്റെ ജാതക കുറിപ്പ് എടുത്തിട്ട് ഞാൻ നേരെ ജോത്സ്യന്റെ അടുത്ത് പോയി. അല്ലേ പേര് കേട്ട ജോത്സ്യനല്ലേ. ഞാനപ്പാട് ജോത്സ്യന്റെ അടുത്ത് എത്തി ജാതക കുറിപ്പെടുത്ത് ജോത്സ്യന്റെ അടുത്ത് കൊടുത്തേരം ജോത്സ്യം പറയുന്ന നിങ്ങളെ പേര് ജാനു എന്നാ ഇല്ലേ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. അല്ലേ ഞാനുണ്ടോടോ പേര് പറഞ്ഞിക്കോറോട്. ഞാനൊന്നും പറഞ്ഞിക്കില്ല, പേരിങ് പറഞ്ഞോറ്. അപ്പാട് ഞാൻ പറഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞേരം പറയുന്ന നിങ്ങക്ക് 2 പെണ്ണും ഒരാണും ആള് ഇല്ലേ. ഒരാണ് എന്താ പറയേ. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന മോന്റെ പേര് അശോക് എന്നല്ലേ, ഓൻ ഖത്തറില് ഗൾഫിലാ ജോലി ഇല്ലേ. എന്താ പറയേ. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന നിങ്ങളെ ഭർത്താവിന്റെ പേര് കേളപ്പെന്ന, ഓർക്ക് കൂലിപ്പണിയായില്ലേ. എന്താ പറയ. ഇത് കേട്ടേരെ ഞാൻ മനസ്സിൽ വിചാരിച്ച് പടച്ചോനാറ്റാളി ഇതെന്താ കൃത്യമായിട്ട് പറയുന്നത്, ഇതെങ്ങനെ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന മക്കളെ എന്നോട് നിങ്ങൾ ഇന്നലെ 3 കിലോ ഗോതമ്പു 1 കിലോ പഞ്ചസാരയും വാങ്ങിക്കില്ലേ. ഇത് കേട്ട പാടന്നെ ഞാൻ കേളപ്പാട്ടിന് ഗുളിക വാങ്ങുവാൻ വെച്ച 150 ഉറുപ്പ്യ അപ്പാട് ഓറ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് ജോത്സ്യനെ ഞാൻ കണ്ടു, ഇതുപോലത്തെ ഒരു ജോത്സ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. അപ്പാട് പൈസ ഓറ കൈ കിട്ടിയാലും പറയുന്ന നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പം കേളപ്പാട്ടിന്റെ ജാതക കുറിപ്പ് കൊണ്ടുവരണം, അല്ലാണ്ട് റേഷൻ കാർഡല്ല കൊണ്ടുവരേണ്ടത്. എന്താ പറയേ. എന്റെ ബേജാറില് ഞാൻ റേഷൻ കാർഡല്ലേ എടുത്ത് കൊടുത്തുപോയ മനെ. എന്താ പറയേ. കാലക്കേട് വരുമ്പോ എല്ലാം ഒപ്പരല്ലേ വരുവാ. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ഇതെന്താളി ആടിങ്ങനെ കുറച്ച് നടക്കുമ്പോൾക്ക് പാടി ക്ഷീണം പിടിച്ചോന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടോ ആട് വെള്ളം കുടിച്ചിന്. എങ്ങനെയാ കുടിക്കുക? ഇന്നലെ ആട്ടിന് കൊടുക്കുവാൻ വെച്ച വെള്ളല്ലേ കേളപ്പാട്ടം കഞ്ഞിയാന്നും പറഞ്ഞങ്ങ് കുടിച്ചേ. കാലം പറഞ്ഞതും പൊള്ളാണ്, എന്റെ ജാനു പറഞ്ഞതും പൊള്ളാണ്. ഹൊയ് ഹൊയ്. എന്റെ ആയെന്തെന്നാ പോയി പൂച്ച ഇഞ്ചി ഇടങ്ങാറാക്കണ്ട. പൂച്ച ഇഞ്ഞെന്തെന്നാ കളിപ്പിക്കണ്ടേ. പൂച്ച അടങ്ങിയാടിരുന്നോ, ഇടങ്ങാറാക്കറ. എല്ലാ കേളപ്പാട്ട ഇതെത്തിര നേരാ ഇങ്ങള് കുളിക്കുന്നത്. ഇങ്ങളിങ്ങ് പോരി മതി കുളിച്ചേ. ഇഞ്ഞെന്തെന്നാ ജാനു ഇടങ്ങാറാക്കുന്ന, ഞാൻ കുറച്ചും കൂടിയും കുളിക്കട്ടെ എന്ന്. ഒരു കാര്യം ചെയ്തോ, പൂച്ചനെ ഞങ്ങ് കൂട്ടിക്കോ, ഇല്ലെങ്കിൽ പൂച്ചനോട് എന്നെ അങ്ങ് കൊന്നു. മാറിപ്പോയി ജാനു, എന്നോട് പൂച്ചനെ അങ്ങ് കൊന്നു. പൂച്ചേ ഈ ജാനുവിനോട് പോയെന്നെ. എല്ലാം ഇങ്ങളെന്തെന്നാ ഇങ്ങനെ കുളിക്കറെന്ന് എന്താ നിങ്ങൾ അറിയല്ലേ. ഇപ്പം താറാവിന് പനി വന്ന് എന്താന്നാ നിങ്ങൾ വിചാരിച്ചേ. അതിങ്ങനെ വെള്ളത്തിന്ന് കളിച്ചിട്ടല്ലേ. അതെങ്ങനെയാ താറാവിനെ പോറ്റുന്നോല് നോക്കണ്ടേ. രാവിലെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയി എന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവരുക. വൈകുന്നേരം പിന്നെ കൊണ്ടുപോയാ പോരെ. ഇത് 24 മണിക്കൂറും വെള്ളത്തിന്ന് കളിച്ചാല് ആരിക്കാ പനി വരാത്ത്. ഉയ് എന്റെ കളപ്പാട്ട എങ്ങളിങ്ങ് പോരെ. ഇങ്ങക്കാറ്റം പനി വന്നിക്കണ്ടേ നോക്ക്. ഗവൺമെന്റിന്റെ ആൾക്കാർ വന്നിട്ട് അപ്പാട് തല മുരണ്ടിട്ട് തീയിലിടുക ചെയ്യാ. ഇങ്ങ് പോരെ. അതിന് മനുഷ്യന്മാർക്കുണ്ട് ജാനു ആ പനി വരുന്നു. ആ
പനി എന്താ നിങ്ങളെ ഏടത്തിന്റെ മോനല്ലേ പനി? അതിനറിയാവോ നിങ്ങള് താറാവോന്നോ മനുഷ്യനാന്നോ അതിന് അറിയാവോ? പനി അപ്പാട് വന്ന കാര്യം ഇവിടുന്നല്ലേ? എല്ലാ ജാനു ആ പനി വന്നാൽ തന്നെ ഉമ്മളെ തല എന്താ മുരണ്ടെന്ന്. നിങ്ങൾ ഇങ്ങ് പോന്നെ, നിങ്ങളിപ്പം കാണുമ്പോ ഒരു വയസ്സായ താറാവിന്റെ ഓട്ടുണ്ട്. ഓലാറ്റ മുരണ്ടിക്കളി. ഇന്ന് പോരെന്ന് പേടിച്ചിട്ട് വരുന്നുണ്ട്. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. അതാരാളി വരുന്നതോ പോന്നതോ? എന്തല്ല അനുടുത്തി സ്വന്തന്നല്ലേ? ഇതാരാ? എല്ലാ നാസരെ ഇനിയിപ്പം വന്നിട്ട് ഒരു 3-4 മാസമായില്ല. ഇനി പോകുന്നില്ല അവനെ ഗൾഫിൽ പിന്നെ തിരിച്ചിട്ട്? ഞാൻ പോന്നു. നിങ്ങളെ വിശേഷങ്ങളെല്ലാം ഞാൻ വാട്സപ്പ് കൂടി അറിയുന്നുണ്ട് കേട്ടോ. നല്ല രസം തന്നെ. എന്റെ മനെ, ആ സാധനം വന്നതിനെ കൊണ്ട് ഇപ്പൊ എന്തൊരു സുഖ. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് എത്തുമല്ലേ. എന്താ പറയേ നമ്മളെ സരികേന്റെ സോളാർ വന്നതിന് ശേഷം ഇപ്പം കേളപ്പാട്ട് നേടിയ പോക്കില്ല. ഇപ്പൊ മൊബൈൽ കൊണ്ട് കളിക്കല. ബോർഡ് വിറ്റ പൈസ കൊണ്ട് ഒരു ഞെക്കി തുടക്കുന്ന ഫോണുമെല്ലാം വായിക്കുന്നുണ്ട്. ഏത് സമയം ബെറ്റിലേമേല് 100 വെട്ടുന്നതിന്റെ തൊട്ട് ഇങ്ങനെ കളിക്കല മക്കളെ. ഇപ്പൊന്ന് വെച്ചാല് കേളപ്പാട്ടിന് എന്തെങ്കിലും സൂക്കേട് വന്നാല് ഇപ്പൊ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോകില്ല. എന്തെന്നാ പരിപാടി എന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയാ ഇപ്പൊ ഒരുപാട് സമയം നിക്കണ്ടടോ. അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും പനി വരുന്ന കേളപ്പാട്ടിന് എന്തെങ്കിലും തോന്നിയാല് ഞാൻ പറയും, കേളപ്പാട്ട നിങ്ങളൊന്ന് ശ്വാസം നീട്ടി വലിച്ചനെ. ഇങ്ങനെ പിന്നെ എന്ത് പണിയെടുക്കും നീട്ടി വലിപ്പിച്ചിട്ട് ഇതില് പിന്നെ എന്താക്കൂ, സൗണ്ട് പിടിപ്പിക്കൂ മൊബൈലില്. എന്നിട്ട് കണ്ണിന്റെ ഫോട്ടോ ഇപ്പൊ ഡോക്ടർക്ക് ഉണ്ടല്ലോ ഒരു ബായിലൊരു ടോർച്ച് അടിച്ചു നോക്കല്. എന്നിട്ട് ഞാൻ ടോർച്ച് അടിച്ചിട്ട് ബായിന്റെ ഒരു ഫോട്ടോ എന്നിട്ട് എടുത്തിട്ട് ഇതിലിങ്ങനെ പിടിപ്പിച്ചിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കൂ. ഇതെല്ലാം ഞാൻ പഠിച്ചിപ്പോ. എന്നിട്ട് അയച്ചു കൊടുത്താല് ഡോക്ടർ ഇത് കേൾക്കൂ. എന്റെ പിന്നെ കണ്ണിന്റെ ഇതുവെല്ലാം നോക്കി ബായിന്റെ ഇതുവെല്ലാം നോക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യൂ, ഇതിന്റെ ഷീട്ടുണ്ടല്ലോ മരുന്നിന്റെ ഷീട്ട്, അത് എഴുതിയിട്ട് ഫോട്ടോ ഇങ്ങ് കേളപ്പാട്ടൻ അയച്ചു കൊടുക്കൂ. എന്നിട്ട് ഈ സാധനം കൊണ്ട് ഞാൻ മെഡിക്കൽ ഷാപ്പ് പോവും, മരുന്നും വാങ്ങും. വരുന്ന വരത്തില്ല 150 രൂപ ഡോക്ടർക്ക് കൊണ്ട് കൊടുക്കും. അപ്പൊ എന്ത് സുഖാവനെ ഇപ്പൊ. ഇതെല്ലാം കാലത്തിന്റെ ഒരു പോക്ക് നോക്കണേ മോനെ. ഇപ്പൊ ഇങ്ങനെയാ പരിപാടി. അതാരാടോ ജോലിയൊന്നും ചെയ്യാണ്ട് പോന്ന്? എന്ത് പോക്ക? ശരി ഇഞ്ഞേനു എല്ലാടോ ഇപ്പൊ അടുത്ത ആരേനും മരിച്ച ഇഞ്ഞോയും ചേട്ടനും? എന്ത് പറഞ്ഞാലാ ഞാനോട്? എന്റെ ഏട്ടനല്ലേ മരിച്ചേ, നിങ്ങൾ എന്നെ കൊല്ലുന്ന? ശരി, ഞാൻ ഇഞ്ഞാന്നവനെ വിചാരിച്ചേ. ജാനുടുത്തി പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് വാട്സപ്പ് ജാനു എന്നുള്ള ഇരട്ടപ്പേര് എങ്ങനെയാ കിട്ടിയേ? അതെന്നാ സംഭവം എന്ന് വെച്ചാല് എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ അത് എനക്ക് 5-8 ആളോട് പറഞ്ഞിട്ടില്ല, ഉറക്ക് വരുമല്ല മനെ. അതങ്ങനെയാ പണ്ടേ ഉള്ളൊരു സ്വഭാവ. എന്റെ അടുത്തൊരു സാധനം കിട്ടിയാല് 1 മണിക്കൂർ കൊണ്ട് ഒരു 100-500 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കൂ, അല്ല ജാനു ഇഞ്ഞി പറഞ്ഞേ അതിലെന്തെന്നായൊരു സത്യാവസ്ഥ. അത്തിരക്ക് വേഗതയാ മനെ ഞാൻ അന്നത്തെ വർത്താനത്തിന്. ഇപ്പൊ ഇത് വന്നതിനെ കൊണ്ട് ഞാളൊന്നും പറയില്ല, അടങ്ങി അടക്കുത്തിരിക്കും. എന്താ മനെ ഓരോരോ സാധനം വരുന്ന നോക്കറോ വാട്സപ്പ്. കാലത്തിന്റെ ഒരു പോക്ക് നോക്കേ മനെ. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരോ പോക്ക് നോക്കണേ. ഇല്ല ഇവിടെ ആളില്ലേ? കേളപ്പാട്ടന്റെ വീടല്ലേ ഇത്? മക്കളെ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്റെ മനെ, എന്റെ ഊരൊക്കെ തീരെ സുഖയില്ലേ. നിങ്ങള് അതെടിയുള്ളു നോക്കിട്ട് നിങ്ങൾ എടുത്ത കൊണ്ടുപോണേ? അതല്ല, ഞങ്ങള് കണക്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ശരി, പഞ്ചായത്തുനിന്ന് വന്നതാ നിങ്ങള്? എനക്കുണ്ടോ മനസ്സിലായിക്ക്? അത് പറ. ഞങ്ങള് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഒന്ന് പറയണം. അതിനെന്താ മനെ, എന്നോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഞാനൊരു സാധനം മനസ്സിൽ വെക്കില്ലാലോ. അത് ശരിയാ, ഓക്കെ. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് ജാനു എന്നാന്നേ മനെ. ഇവിടെ വേറെ ആരൊക്കെയാണുള്ളത്? ഞാനും കേളപ്പാട്ടനും ഒരു ആട്ടും കുട്ടിയോട്ട് ഒരു പൂച്ചക്കുട്ടിയും. അതല്ല, മക്കളെ കാര്യാണ്. മക്കളെല്ലാം കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ മൂത്ത മോൻ അങ്ങ് ഗൾഫിലാ മനെയുള്ളു. ഇവിടെ കക്കൂസ് ഉണ്ടോ? മനെ, ആ കാണുന്നതാ കക്കൂസ്. ഒരു കാര്യം ചെയ്യണം, പോകുമ്പോ വെള്ളം എടുക്കണേ, ഇല്ല അതിന്റെ ഉള്ളിലൊന്ന് കുടുങ്ങിപ്പോ. അല്ല, ഞങ്ങള് കണക്കിന്റെ. ശരി, കണക്കിന്റെ ഭാഗം ചോദിച്ചതാ. പറ. ഓക്കെ. ഇവിടെ ഗ്യാസ് ഉണ്ടോ? എനിക്കില്ലേ മനെ, കേളപ്പാട്ടനുണ്ട്. കേളപ്പാട്ട് ഇടക്കിടക്ക് പൊട്ടിക്കുന്നത്. അതല്ല, ഞങ്ങള് ഗ്യാസ് അടുപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. ശരി, ഗ്യാസ് അടുപ്പില്ലാത്ത പോരണ്ടോ ഇപ്പൊ? അത് ഇല്ലാത്ത അതുണ്ട്. ഇവിടുത്തെ കേളപ്പാട്ടനായിരുന്നോ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞത്? ശരി, അതാ ഞങ്ങളോട് പറഞ്ഞു. അല്ല, ഞങ്ങള് സെൻസസ് എടുക്കാൻ വേണ്ടി പോയപ്പോ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആള് പറഞ്ഞതാണ്. ശരി, കല്യാണി പറഞ്ഞതാ. കല്യാണി എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാരോടും പാടിക്കാ ഓക്കുണ്ട്, എല്ലാരോടും പാടിക്കില്ല ഉറക്കു വരുമല്ല. അല്ല, അതൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞതാ. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. എന്താ സംഭവിച്ചത്? അത് പിന്നെ കേളപ്പാട്ടിനെ വൈകുന്നേരം അത്യാവശ്യം കഴിക്കണം.
അപ്പൊ ഇന്നലെ കുടിച്ച കുറച്ചങ്ങ് ജാസ്തിയായിപ്പോയി. അപ്പൊ കാല് കൊഴിഞ്ഞിട്ട് നടക്കുവാനാന്നില്ല. ഞാനും പച്ച നീയും പച്ച ചന്ദന പച്ച ഒരു റോസ് പച്ച. ഹൊയ്, 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 ഹൊയ്. അത് ശരി, ഇത് ഇങ്ങളെ ജീപ്പേനു. ഞാൻ വിചാരിച്ച് മനുഷ്യന്മാരെ ജീപ്പാന്ന് വിചാരിച്ചിട്ട് കൈകാട്ടിപ്പോയതാ. നിനക്ക് സ്റ്റേഷനിലോ പോണ്ട് അതോ വീട്ടിലോ? ഏടിയാലി അടുത്ത് ആർത്തേക്ക് പോട്ടെ. പോലീസുകാർക്ക് എന്ത് കേളപ്പാട്ടെ, അങ്ങനെ തന്നെ വലിച്ചിട്ട് കൊണ്ടുപോയിക്ക് അടുത്ത് പോലീസ് സ്റ്റേഷനേനു. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ഓ നേരത്തെ തന്നെ കിടന്നുറങ്ങുന്നെല്ലാം കേളപ്പടിച്ച് എന്താളി കിടക്കുന്ന കിടപ്പ് നോക്ക് പഠിച്ചോ. ഒരു ഉടുമ്പ് കിടക്കുന്നതിന്റെ ഒട്ടുണ്ട്. എല്ലാ കേളപ്പാട്ട് അങ്ങക്ക് നല്ലോണം കിടക്കുവല്ലേ ചെയ്യാറ്. നിങ്ങൾ ഉറങ്ങിപ്പോയിക്കാ? ഞാൻ ഉറങ്ങിക്കൊന്നുമില്ല. ഞാനും ഞങ്ങക്ക് കിടക്കുമ്പോ കുറച്ച് ഭർത്താനെല്ലാം പറഞ്ഞിട്ട് ഉറങ്ങിയാലെന്താ? ആ എന്തിനു ഇന്നല ബാങ്കുമാരി ഉണ്ടല്ലോ പറഞ്ഞു പറയുന്നിട്ട്. അതൊന്നുമില്ല, ഞാൻ കുടുംബശ്രീന്റെ ഒരു 3500 സഹകരണ ബാങ്കിൽ അടക്കണേ. പൈസ ഇടുന്നതിനും പറയാ. അതിന് അക്കൗണ്ട് ഞാനു അതന്നെ അക്കൗണ്ടിലിടേണ്ടിട്ട് പോയതാ. ഞാൻ ഈ 3500 പൈസ വാങ്ങിയൊക്കെ നിർത്തിയില്ല. ഒരു കണ്ണട ഇട്ട് ഓളെടുത്തങ്ങ് കൊടുത്ത് ഓള് പൈസ വാങ്ങി എണ്ണീറ്റ് 3000 അവിടെ എടുത്തു വെച്ചിട്ട് 500 എന്റെ അടുത്ത് തന്നിട്ട് പറയുന്ന ഇത് പിന്നെ അക്കൗണ്ടിലിടുവാനാവൂല, ഇതെല്ലാം കേറിയിക്ക്. ആ പാടെ എനക്ക് വെറുപ്പും കുടിച്ച് ഞാൻ ചോദിച്ചു എല്ലാ വാളെ ഇഞ്ച വർത്താനം കേട്ടാ വിചാരിക്കുമല്ലോ ഇഞ്ച അക്കൗണ്ടിലാടുന്ന് ഇടുവാനാ പറഞ്ഞ എന്റെ അക്കൗണ്ടിൽ ആടെ കടന്നോട്ടെ കേറിയിട്ടുണ്ടെങ്കിൽ ഞാള് പിന്നെ എപ്പെങ്കിലും ഒട്ടിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കും. ഇത് കേട്ടേരെല്ലാരും ചിരിയും. എനക്കും തിരിഞ്ഞിക്കില്ല മക്കളെ, എന്തെന്നാ സംഭവം. അത് ശരി, അതാ സംഭവല്ലേ. ആലം പോട്ടെ, ഇതേതാ മാസോ? ഈ ചൂട് കണ്ട അറിഞ്ഞൂടെ ജാനു, എനിക്ക് ഇത് കുംഭമാസം ആയന്തേനും ചോദിക്കുവേ. അതെ, ഞാനിന്നലെ നമ്മളെ കൂടത്തിലെന്നെ ആവശ്യിക്കന്റെ പൊരേ കൂടിന് പോയിക്കേനു. ആടെ താത്ത് കാര്യോക്കുമ്പോ ഒരു നമ്മളെ വൃശ്ചിക മാസം തുടങ്ങിയന്റെ തൊട്ട് എന്താ കേളപ്പാട്ട അങ്ങനാടാ. അത് ജാനു, ആടെ നമ്മളെ അകത്തും എല്ലാം തണുപ്പിക്കുന്ന മിശ്യം കൊണ്ടാച്ചിട്ടുണ്ട്. അതാ സംഭവം. അത് പറ മക്കളെ, ഞാൻ വിചാരിച്ച ആടെ താത്തുന്നാട്ടാളി വൃശ്ചിക മാസം ഉണ്ടാകുന്നു. ഇതല്ലേ സംഭവം. ഉമ്മക്കും പൊക്കണം കേളപ്പാട്ടായിട്ടാത്തൊന്ന് ചവിട്ടിട്ട് കട്ടുമ്പന്ന് താഴത്തേക്ക് ഓനൊക്കെ പറയും നാടൊക്കെ ഇടഞ്ഞ് ഇടങ്ങാതാക്കി മെഞ്ഞ്. ഒരു കളി മക്കള്, കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ആ എന്തല്ല ജാനുവടുത്തി? ഒന്നുമില്ലാതെ ഇനി ഇങ്ങോട്ടൊന്നും കാണില്ലാലോ. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ വന്ന. ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചിനെ നിങ്ങളോട്. നിങ്ങളടുത്ത് കേളപ്പാട്ടൻ എങ്ങനെയാ പണ്ട് പിന്നെ ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി കിട്ടി? ഉയ്യന്റെ മോനെ, ഇന്നെ അറിയല്ല എന്നും. അതെല്ലാം ഒരു കഥയല്ലേ. അന്ന് ഇന്നത്തെ പോലെ നമ്മളെ PSC പരീക്ഷ അങ്ങനത്തെ ഒരു പരീക്ഷ ഒന്നുമില്ല. അത് ശരി, അന്ന് പരീക്ഷയൊന്നും ഇല്ലല്ലേ? അന്ന് ഇംഗ്ലീഷ് കമ്പനിയിലെല്ലോ ആള് വേണമെന്ന് പറയുമ്പോ ഓലങ്ങ് വിളിച്ചങ്ങ് പറയൂ. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് കേളപ്പാട്ടൻ വടേരെ കള്ളി സാക്കുന്നു. കള്ളു കുടിക്കുമ്പോ അത് ശരി, ഓറിപ്പം കുടിക്കുന്നോ മോനെ? കള്ളു കുടിച്ചിട്ട് തല പെരുത്തു വയ്ക്കടോ. എല്ലേ ഏടുന്നാ കുടിക്കുക നമ്മളെ പടേരെ കള്ളി ചാപ്പുന്നു. ഞാനിതെത്തിരിയായി പറയുന്നു കേളപ്പാട്ട ഒന്ന് മലപ്പുറത്തെല്ലാം ഒന്ന് പോയിട്ട് കുടിച്ചോക്കറോ. ആ എന്തിനാ ഇവിടെ നല്ല വടേരെ നല്ല കള്ളി ഷാപ്പിള്ളേരെന്തിനാ മലപ്പുറത്ത് പോയി കുടിക്കുന്നേ? അത് മലപ്പുറത്ത് പണ്ടങ്ങാനൊരു വിഷമദ്യ ദുരന്തോ അങ്ങനത്തെ എന്തോ ഉണ്ടാക്കില്ലേന. ആയിലാറ്റം പെട്ട് കേളപ്പാടൻ അങ്ങ് കാഞ്ഞു വയ്ക്കുണ്ടെങ്കിൽ 4-5 ലക്ഷം ഉറുപ്പിയൊട്ടുമല്ലേ നമ്മക്ക്. അത് ശരി, അതാ സംഭവല്ലേ. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ ഒന്തമ്മല പൊക്കം പറഞ്ഞ് കേളപ്പ ഇംഗ്ലീഷ് കമ്പനിയിൽ പാള എടുക്കുന്നുണ്ട്. അത് കേക്കലു അങ്ങനെ തന്നെ പോയി ഒരു കെട്ട് പാളിയെടുത്ത് ഇംഗ്ലീഷ് കമ്പനി. അപ്പാട് ഇംഗ്ലീഷ് കമ്പനിയുടെ മുമ്പിൽ നിൽക്കുന്ന ചങ്ങായി ചോദിച്ചല്ലടോ ഇതോടി ആ പാളയെടുത്തിട്ട് പോന്ന് ഇവിടെ പാള എടുക്കുന്നുണ്ട് എന്ന് പൊക്കം പറഞ്ഞിരിക്കുന്നു. അപ്പാട് പറഞ്ഞ് പാളയല്ലട എടുക്കുന്നത് ആളെയാ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഉയ്യന്റെ മനെ, അപ്പാട് കേളപ്പാട്ടിന് എന്ത് പാളയല്ല ഒരു സൈഡിൽ വെച്ച് നേരെ കമ്പനീന്റെ ഉള്ളിൽ പോയി. ഉള്ളിലോ പിരില് നോക്കുമ്പോ ഒരു കൊമ്പം മീശക്കാരെ ഇംഗ്ലീഷുകാരെ കേളപ്പാട്ടിനോട് ഇങ്ങനെ ഒരുപാട് ജോലിയെല്ലാം ചോദിച്ചു. കേളപ്പാട്ടെ ഇവിടുന്ന് കള്ളു ചാപ്പുന്ന 2 കുപ്പി കള്ളു അടിച്ച് പോയല്ലടാ. ചോദിക്കുന്നതിനല്ലോ വെച്ചടിക്കുത്തരെങ്ങനെ പറയുന്നുണ്ട്. അവസാനം കേളപ്പാട്ടിനോട് ചോദിച്ച് നമ്മളെ എവറസ്റ്റ് കൊടുമുടിന്റെ നമ്മളെ ചിത്രം കാണിച്ചിട്ട് ചോദിച്ച് കേളപ്പ തിര കൂട്ട മണ്ണുണ്ട് എന്ന് ചോദിച്ചു.
കേളപ്പാട്ടൻ വെച്ചടിക്കങ്ങ് പറഞ്ഞ് കൂട്ട വലുതാണെങ്കിൽ ഒരൊറ്റ കൂട്ട മണ്ണിനുള്ളൂ എന്ന് പറഞ്ഞു. അത് കണ്ട് നമ്മളെ ഇംഗ്ലീഷുകാരൻ കൊമ്പമീതക്കാരൻ ചിരിച്ച് കേളപ്പാട്ടനോട് പറഞ്ഞ് കേളപ്പാ യു പണി ഓക്കേ എന്ന് പറഞ്ഞു. ഇങ്ങനല്ലേ കേളപ്പാട്ടിന് ജോലി കിട്ടിയ. ഒരു കളി മക്കള് കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ആ ഞാനോടുത്തി ഇതാരാ ബിന്ദു അല്ലേ ഇത്? എല്ലാ ബിന്ദു എന്തെല്ലാം വിശേഷോ? സുഖായിട്ട് പോന്ന് ഞാനോടുത്തി. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിനു. അന്നേരം നിങ്ങളെ കണ്ടിട്ടില്ലാലോ. നിങ്ങൾ എവിടെയും പോയേ? ഒന്നും പറയണ്ടേ മളെ. അത് കടവലത്തുള്ള കല്യാണി വന്നിട്ട് പറഞ്ഞ് മാവേലി സ്റ്റോറുണ്ട് പച്ചരി വന്നിക്ക് പെട്ടെന്ന് പോയാ കിട്ടൂന്ന് പറഞ്ഞിട്ട് ബേജാറിൽ പോയതാന്നേ. അങ്ങനെ 5 കിലോ പച്ചരിയും ചോറൊന്നും വാങ്ങി പച്ചരി ഇടുവാൻ വേണ്ടിട്ട് സഞ്ചി നീട്ടിയതാ. അന്നേരം ചോറിലെ കുമാരൻ ചോദിക്കുന്ന എന്നോട് എല്ലാം ഞാനും എടുത്തി ഞാനൊരു കാര്യം ഇരിക്കുവേനാ. എന്താ പറയണ്ടു, ഞാൻ ഈ ബേജാറിൽ പോയി എടുത്തു പോയി. എന്തെന്നാ മക്കളെ, കേളപ്പാട്ടന്റെ ടൗസറല്ലേ ഒട്ടാകെ കുറവായി പോയില്ല മക്കളെ. ഈ സഞ്ചിന്റെ നിറം ഇരിക്കുന്ന ഒരു പോലെ ടൗസറിന്റെ നിറം ഇരിക്കുന്ന ഒരു പോലെ ഒരു കളി മക്കളെ. എല്ലാ നീ തേടിയാ പോയേ? ഞാൻ നിങ്ങളെ വന്നു നോക്കാൻ വേണ്ടി വന്നല്ലേ. ഇന്നലെ കണ്ണാട്ടന്റെ വീടിന്റെ അടുത്തുനിന്ന് സൈക്കിള് തട്ടിന്നെല്ലാം പറയുന്നിട്ട് എന്തെന്നേനും സംഭവോ? അതൊന്നും പറയണ്ടേ മക്കളെ. ഇപ്പോഴത്തെ മക്കളെ കളിയല്ലടോ സൈക്കിൾ കൊണ്ട്. അയിറ്റാ കളിയല്ലേ കളിക്കുക. ഇപ്പൊ മക്കൾ ഇങ്ങോട്ട് തട്ടിയാലോ തെറ്റുമ്പോളെടുത്ത് തന്നെയല്ലേ. സത്യത്തില് ബിന്ദു എന്റെ അടുത്ത് തന്നെയാ തെറ്റി. ചെക്കൻ അങ്ങന്ന് സൈക്കിൾ കൊണ്ട് അങ്ങനെ ചാരമ്പിട്ട് എന്റെ ഒട്ട് വരുന്ന ഞാൻ അങ്ങന്നേ കാണുന്നുണ്ട്. ഓന്റെ ആ പെരുത്തിന് ഞാൻ അപ്പാട് പാഞ്ഞ് തെങ്ങമ്മക്കാരി കളണേനു. എനക്കുണ്ടോ ബിന്ദു തെങ്ങമ്മക്കാറ്റ് അറിയുന്നു? അതുകൊണ്ട് തെറ്റ എന്റെ അടുത്തല്ലേ. ഞാനല്ലേ തെങ്ങമ്മക്കാറ്റം പഠിക്കണ്ട്. ഒന്നും പറയണ്ടേ, ചെക്കൻ അങ്ങനെ തന്നെ വന്ന് എന്നെ തട്ടി തെറിപ്പിച്ച് അപ്പാട്ട് എങ്ങനല്ലോ കളിയെല്ലാം കളിച്ച് നേരെ നമ്മളെ തെക്കാല കണ്ണന്റെ ചായപ്പൊടി എന്റെ ഉള്ളിൽ കാരിപ്പോയി. നമ്മളെ ചായ വരുന്ന സമാവറിന് തട്ടിയിട്ട് ആടെ വീണ്. അപ്പാട് കണ്ണൻ അങ്ങന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എല്ലാം മനെ ചായമാണേ ഞാൻ അങ്ങ് റോട്ടുമ്മ കൊണ്ടുവരുമല്ലേ, ഇങ്ങെന്തിനാ ഇത്തിരി പെട്ടെന്ന് ഇങ്ങ് പോന്ന്. ഒന്നും പറയണ്ടേ മക്കളെ. ബേജാറില്ല, എനിക്ക് ഇതെടിയാ പോണ്ടൊന്നും തിരിയുന്നില്ല. ഒരു കളിയാടുന്ന് കളിച്ചുപോയി മക്കളെ. എനക്കത് തിരിയുന്നില്ല. ഇതെന്തെന്നാ ഇവ ഈ സൈക്കിൾ കൊണ്ട് കളിച്ച് അതുമ്മക്ക് അറിയണ്ടേ? എന്താ ഞാനോടുത്തി ഉമ്മക്ക് അറിയണ്ടേ? അതല്ലേ മളെ ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ വീണ ചെക്കന്റെ അടുത്ത് പോയി ചോദിച്ചു, മനെ എന്തെന്തേലും പറ്റിയ ഇങ്ങെന്ത് കളിയാ കളിച്ചേ? അപ്പൊ എന്നോട് ചെക്കൻ പറയുന്ന, ഞാനോടുത്തി ഒന്നും പറയണ്ട, ഞാനൊരു കോഴിക്കാട്ടം പൊട്ടിക്കോ നോക്കിയതാ. ഞാനെന്തെന്നാ ഈ കുരുപ്പങ്ങളെ മാണ്ട് എല്ലേ കോഴിക്കാട്ടണ്ട ആറുമക്കാരി പോന്ന എന്ത് പിള്ളേർക്ക് എന്താളി. ഒരു കളി മക്കള് കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. എന്തെല്ലാം ഞാനോടുത്തി? എല്ലാ മനാഫല്ലേ ഇത്? എല്ലാ മനാഫെ ഇങ്ങോട്ടുള്ള വയ്യെല്ലാം അറിയാവ എനിക്ക്. വൈതെറ്റിറ്റാറ്റം വന്നതാ ഇനി. എല്ലാ ഞാൻ നിങ്ങളെല്ലാം ഒന്ന് കാണ്ടിട്ട് വന്നതാ. എല്ലാ നിങ്ങളെന്താ സാക്ഷരതക്ക് പോന്ന്? ആടത്തെ വിശേഷങ്ങളെല്ലാം പറ, അതെല്ലാം ഞാളൊന്നും അറിയട്ടെ. ആടെ എന്ത് ആടെ സുഖം തന്നെ. ഞാനിപ്പ അടുത്താണല്ലോ ആടെ പോയേ. ആടെ പോയി മാഷന്മാരെല്ലാരെയും പരിചയപ്പെട്ട് അപ്പാടെ എന്നോട് ചോദിച്ചു എന്തെന്നാ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു ജാനു എന്നാ. പിന്നെ ചോദിക്കുന്ന അച്ഛന്റെ പേരെന്തെന്നാ. ഞാൻ നോക്കുമ്പോ ബാക്കിയുള്ള എല്ലാരും അച്ഛന്റെ പേരും നല്ല നല്ല പേരാ. എന്നോട് ചോദിച്ചു എന്തെന്നാ ജാനു അച്ഛന്റെ പേര്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പൊകേഷ്. അപ്പാട് മാഷ് ചോദിച്ചു എല്ലാ ജാനു ഇതെന്തെന്നാ ഒരു പുക പിടിച്ചൊരു പേര്. എന്താ അച്ഛൻ കറുത്തിട്ടാന്നോന്ന് ചോദിച്ചു. വെറുപ്പ് പിടിച്ച് ചോദിച്ചതാ എന്നോട്. അപ്പാട് ഞാൻ സത്യം അങ്ങ് പറഞ്ഞു മാഷെ അത് അച്ഛന്റെ പേര് പൊക്കെന്നാ. ഇപ്പൊ ഉണ്ടല്ലോ മക്കൾക്കെല്ലാം ഒരു ബിജീഷ് ശിബീഷ് എന്നെല്ലാം പറഞ്ഞൊരു ഷീ ചേർക്കല്. അങ്ങനെ ഞാനും ഒന്ന് ചേർത്ത് നോക്കിയത് അങ്ങനെ പുകേഷ് എന്നായി പോയതാ. അത് ശരിയാ. എല്ലാ ആടെ മലയാളം എടുക്കുന്നുണ്ട് നിങ്ങക്ക്? മലയാളത്തിന്റെ ഒന്നും പറയണ്ടേ മനെ. മലയാളത്തിന്റെ കുമാരൻ മാഷ് ബോർഡുമ്മ തറാന്ന് എഴുതിട്ട് എന്നോട് പറയുന്ന പറാന്ന്. ഇതല്ലേ പറയണ്ടു. പിന്നെ പറാന്ന് എഴുതിട്ട് എന്നോട് പറയുന്ന പറാന്ന് പറയണ്ടേ. ഞാൻ കുഞ്ഞിക്കണ്ണൻ മാഷാലും മേക്കില്ല കുമാരൻ മാഷാലും മേക്കില്ല. മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കൊടുത്താ എന്താ ഇങ്ങോട്ട് പറയണ്ടേ? പിന്നൊന്നും പറയണ്ടേ മനെ. പിന്നെ പനാന്നിങ് എഴുതി ബോർഡുമ്മല്. പനാന്നിങ് എഴുതിയാരോ നമ്മളെ പോനത്തിലെ കുഞ്ഞു മൂസാക്ക ഒരോട്ട ആരോടും പറയാണ്ട് ഓടിക്കളഞ്ഞു മനെ മൂസാക്ക. അപ്പാട് ഓറ് പറയുന്ന പനാന്ന് എഴുതിയരാ കുഞ്ഞുമോളെ എനക്ക് ഓർമ്മ വന്ന് പനോളല്ല കുഞ്ഞമ്മതിന്റെ പണപ്പായിട്ടേനൊന്നല്ല. ഇപ്പം പനാന്ന് എഴുതിയരാ എനക്ക് ഓർമ്മ വന്ന് കൊണ്ടുകൊടുത്തിക്കില്ലേ കുറവായി പോയില്ലേനോ. ഇങ്ങനത്തെ ഓരോരു സംഗതിയാന്ന് അവനെ ആടെ നടക്കുന്നത്. എല്ലാ നിങ്ങക്ക് മലയാളാണോ എളുപ്പോ ഇംഗ്ലീഷാണോ? ഏതാ നിങ്ങക്ക് എളുപ്പോ? അത് നമ്മളെ മലയാളം തന്നെ മനെ. മലയാളം വായിക്കുവാനും പഠിക്കുവാനും പെട്ടെന്ന് കഴിയും. ഇംഗ്ലീഷ് നടക്കുവല്ലേ വയസ്സന്മാർക്കൊന്നും. ഇംഗ്ലീഷിന്റെ മാഷ് ബോർഡുമ്മല് DOG എഴുതി. DOG എഴുതിയാൽ നമ്മള് ഡോഗ് എന്ന് വായിക്കണം. അതിന്റെ അർത്ഥം എന്തെന്നാ നായിന്ന്. മലയാളാമ ഇങ്ങനത്തെ ഒരു പ്രശ്നം
പ്രശ്നമില്ല മോനെ. നായിന്ന് എഴുതു, നായിന്ന് വായിക്കും, നായിന്ന് അർത്ഥം. ഒരു കളി മക്കള് കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ഓ അതാരാ ഇങ്ങോട്ട് വരുന്നത്? ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ അങ്ങ് പോയാല് നാദാപുരത്തെത്തുവോ? ആ മോനെ, നിങ്ങൾക്ക് അങ്ങനെയും പോവാ കൈതാത്തിട്ടിട്ട് നിങ്ങൾ എങ്ങനെ മനെ പോട്, ആരും ഒന്നും പറയല്ലോ. അയ്യോ, അതല്ല, ഈ റോഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മോനെ, ഒരു 9 മണി വരെ ഈ റോഡ് എങ്ങോട്ടും പോന്നില്ല, അതോ ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. പിന്നെ 9 മണി കഴിഞ്ഞാൽ ഞാൻ ഒരുത്തെ പോയി കിടന്നങ്ങ് ഉറങ്ങുവേ. പിന്നെ അതെങ്ങോട്ടേക്കും പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്നൊന്നും ഞാൻ അറിയല്ലേ. നിങ്ങളോടെല്ലാം ബൈ ചോദിച്ചെന്നെ വേണം പറയേ. അത് ശരി, ബൈ ചോദിച്ചതാ. ആ എന്തല്ല ഞാനോടുത്തി. ഉയ്, ഇതാരാ? ബഷീറല്ലേ? എല്ലാ മനെ ഇഞ്ഞിതപ്പാ ഗൾഫിന്ന് വന്നേ. ഞാൻ വന്നിട്ടിപ്പോ ഒരാഴ്ചയായി. എല്ലാ നിങ്ങളെ കേളപ്പാട്ടിന് പഞ്ചായത്തിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നിട്ട്. ആ മനെ അവാർഡ് കിട്ടീന്. അത് നമ്മളെ ഇടവലത്തുള്ള കല്യാണി വെള്ളം കോരുമ്പോ അബദ്ധത്തിലങ്ങ് കരട്ട് പോയി മക്കള്. ആരും തുള്ളി എടുക്കുന്നില്ല, എല്ലാരും ഇങ്ങനെ പകച്ചു നിന്നേരാ കേളപ്പാട്ടം തുള്ളി എടുത്ത് അങ്ങനെ പഞ്ചായത്ത് നിന്ന് അവാർഡെല്ലാം കിട്ടി, പൈസയെല്ലാം കിട്ടി. അങ്ങനെ ഞാൻ ഇന്നലെ കിടക്കുമ്പോ കേളപ്പാട്ടിനോട് ചോദിച്ചു, കേളപ്പാട്ട വല്ലാത്തൊരു ധൈര്യം തന്നെ, നിങ്ങളെങ്കും തുള്ളി എടുത്ത് കളഞ്ഞില്ലേ? അവിടെ എന്നോട് പറയുന്ന ധൈര്യത്തിന്റെ എല്ലാം അടക്കട്ടെ ഞാനും. ആ ഉന്തിട്ട കാട്ടുകളനെ കിട്ടിയിട്ടുണ്ട് കൊന്നു കളിയലും. ഇത് നമ്മളെ കുഞ്ഞിലെ കണാറിന്റെ ഇളയ മോയ ഉന്തിയിട്ടതാടോ. ശരി, അതാ സംഭവം അല്ലേ? പിന്നെ ഇനി എന്റെ അടുത്ത അശോകനെ കാണലുണ്ടാ? ഇനി ഖത്തർ തന്നെ അല്ലേ മനയുള്ളേ? ആ എന്താ, ഓനെല്ലാം ഞാൻ കാണലുണ്ടല്ലോ. ഓൻ വിളിക്കലൊന്നുമില്ലേ? ഉയ്യന്റെ മനെ, ഓന് പണി ഫോൺ വിളിക്കലാന്ന് തോന്നേ മനെ. ഓ ഇവിടുന്ന് കല്യാണവും കഴിഞ്ഞു പോയല്ലേ. ഓന്റെ ഓളറിയാം എനിക്ക്, സൗമ്യന. ഇനി സൗമ്യ എന്ന് പറയുമ്പോ ബഷീര അങ്ങ് ആത്തു നോക്കുന്നു. ഇനി എന്റെ മുഖത്ത് നോക്ക്, വർത്താനം പറയുമ്പോ നോക്ക്, ഒരൊറ്റ അങ്ങ് തരും എനിക്ക്. പിന്നെ ഓനങ്ങന്ന് ഫോണ് വിളിച്ചാല് സൗമ്യ എന്ത് പണിയെടുക്കൂ? കട്ടയില്ല എന്നും പറഞ്ഞ് റോഡിന്റെ തമ്പത്തങ്ങ് കീഞ്ഞു പോകും. എല്ലാം മനെ, ഇത് തീർത്തും കട്ടപ്പോരല്ലേ. പിന്നെ ഓള് തന്നാ കട്ടയില്ല എന്ന് പറയുന്നത്. ആയെന്നാ അത് അത് ഞാനോടുത്തി, ഞാൻ ഈ റേഞ്ചിനെ കൊണ്ട് കട്ടാന്നാ പറയല് കേട്ടോ, അതാ സംഭവം. അത് പറ മനെ, ഞാൻ വിചാരിച്ചു ഇതെന്തെന്നാ ഇവളിത് പറയുന്നതെന്ന്. ഓരോരു ഭാഷ നോക്കേ മനെ. ഒരു കളി മക്കള് കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ആ ഞാനോടത്തേ ലേഡിയാ ശോഭന്റെ മോനെയും കൂട്ടി പോയേ. ഒന്നുമില്ല മനെ, ഞാൻ ആസ്പത്രിയിൽ പോയതേനു, കാണിക്കാണ്ട് ഞാനിങ്ങ് പോന്നു. ആ എന്തേനു? അതൊന്നും പറയണ്ടേ മനെ. ആസ്പത്രിയിൽ ചെന്ന് നോക്കുമ്പോ ഒരുപാട് ആളിങ്ങനെ ആടെ ഉണ്ട് കാണിക്കേ. അപ്പാട് ആടെ പോരേറ്റ് പേരെഴുതിക്കണം. ആദ്യം എഴുതുന്നൊരു ചങ്ങായി ഉണ്ടാടാ. ഓനെ കണ്ടാ വിചാരിക്കും ഓനാ ഡോക്ടർ. വെള്ള ഷർട്ടും കറുത്ത പെയിന്റും എല്ലാം ഇട്ടിട്ട് ഒരു ഗുമത്തൻ തൊട്ട് എഴുതുന്നൊരു ചങ്ങായി. ഓന്റെ ഞെട്ടിക്കലെല്ലാം കണ്ടാല് ഓൻ വിചാരിക്കും ഓനാ അടുത്ത വലിയൊരാള്. അപ്പാടി ഞാൻ ഓന്റെ അടുത്ത് പോയി എന്നോട് ചോദിച്ചു എന്തെന്നാ പേര്. ഞാൻ പറഞ്ഞു എന്റെ പേര് ഞാനൊന്നാ, എന്നെ അല്ല കാണിക്കണ്ടേ, എന്റെ മോളെ മോനിയാണ്. ആ മോന്റെ പേരെന്തെന്നാന്ന് ചോദിച്ചു. ആ എഴുതിക്കണ്ട ചങ്ങായി. അപ്പാടി ഞാൻ പറഞ്ഞു ഋഷികേഷ്. അപ്പാട് ഓൻ പെണ്ണെടുത്ത് ഹൃദയം നോക്കി, പിന്നെ പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി. എന്നോട് ചോദിച്ചു എന്തെന്നാ ഓന്റെ പേര്. ഞാൻ പറഞ്ഞു ഋഷികേഷ്. ഇപ്പോഴത്തെ പേരല്ലേ, പുതിയ പേരല്ലേ ഋഷികേശാന്ന് പറഞ്ഞു. അപ്പാട് ഓൻ പറയുന്ന ഞാനോടത്തി ഒരു സ്വകാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ ചോദിച്ചു എന്താ. ഞാൻ ശശി എഴുതുന്നുണ്ട് പേര്. 30ാമത്തെ ടോക്കം വിളിക്കുമ്പോ നിങ്ങൾ കാരിക്കോളി. ഇപ്പോഴത്തെ പേരല്ല മനെ. പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വായിക്കൊള്ളാത്ത ഓരോരു പേരും കൊണ്ട്. ഞാൻ പറഞ്ഞു ശശിയാങ്കി ശശി മനെ, ഇനി 30 എത്തുമ്പോ ഒന്ന് ഓർമ്മിപ്പിക്കണേ. എന്നോടങ്ങ് മറന്നുപോയി പേര്. അപ്പാട് ഓൻ പറഞ്ഞു കാര്യമില്ല, 30 എത്തുമ്പോ ഞാൻ പറയും. അതാനാ ഓൻ വിളിച്ചു പറഞ്ഞു 30 ശശി. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വിടുന്നുണ്ട്. അപ്പാട് ഉള്ളുകാരി എടുക്കുമ്പോ ഡോക്ടർ ചിരി തന്നെ. ഞാൻ ചോദിച്ചതെന്താ. എന്നോട് ചെറിയ ചെക്കൻ ഇതാരാ ശശിന്ന് പേരിട്ട്. ഞാനൊന്നും പറഞ്ഞില്ല, കുറവല്ലേ. അപ്പാട് ഡോക്ടർ ചോദിച്ചു എന്താ വന്ന്. ഞാൻ പറഞ്ഞു ഇവൻ എന്തോ ഒരു പനിക്കും പോലെ, പിന്നെ ഒരു വായിക്ക് ഒരു കയ്പ് പോലെ, നമുക്ക് ഒരു ആട്ടും മൂത്രം കുടിക്കുമ്പോ ഉണ്ടാവില്ല ഒരു ചോയ, അതിന്റെ ഒരു ചോയ. അപ്പാട് ഡോക്ടർ പറയുന്ന ഉമ്മക്ക് മാണ്ട, നിങ്ങൾ കുടിച്ചാ മതി ആട്ടും മൂത്രം. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. അപ്പാട് ഡോക്ടർ പിന്നെ പറഞ്ഞ് കാര്യമില്ല, ഇതെല്ലാം ഇപ്പം കാലാവസ്ഥന്റെ പ്രശ്നം, നമുക്ക് ഒരു ഗുളിക ചെയ്താ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുളിക ഓന് തീരെ പറ്റുമല്ല, ഓന് ഛർദിക്കും. അപ്പാട് ഡോക്ടർ പറഞ്ഞു എന്നാ പിന്നെ മരുന്ന് എഴുതി തരാം.
ഞാൻ പറഞ്ഞു മരുന്നിന്റെ മണ അടിച്ചാലോ ഛർദിക്കൂ. അത് പറഞ്ഞേരം ഡോക്ടറൊക്കെപ്പാട് ദേഷ്യം പിടിച്ചിട്ട് പറയുന്ന എന്നാ MRA പോയിട്ട് ഒരു കട്ടിപ്പത്തല് മായിച്ചു കൊടുക്കുക ചെക്കന്. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനെങ്കിൽ ചിരിച്ചാൽ അപ്പാട് ഡോക്ടർ പറഞ്ഞ് കാര്യമില്ല, ഇത് പിന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നം കൊണ്ടായതെല്ലാം വരുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കണ്ടെന്നാണ്. ഞാൻ ചോദിച്ചു കട്ടിപ്പത്തല് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചെത്തിയിട്ട് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മനെ അപ്പാട് ഡോക്ടർക്ക് വെറുപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇനി ചികിത്സ ഇല്ല, നിങ്ങൾ പോട്. ഞാനൊന്നും പറഞ്ഞില്ല, അപ്പാടിങ്ങ് പോന്നു. അല്ലേ ഞാനൊരു സംശയം ചോദിച്ചല്ലടോ, ഇതല്ലേ പറയണ്ടു. ഒരു കളി മക്കള് കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ. ആ എന്തൊക്കെയുണ്ട് ഞാനെടുത്തി? എല്ലാ പാവിയല്ലേ വെഞ്ഞിതിടുന്നവനെ ഇങ്ങനെ വരുന്നത്. ഞാൻ എന്റെ ഒരു കമ്പനിക്കാരനെ കാണാൻ പോയത്. ശരി, ഞാൻ കാണുമ്പോ എല്ലാം ചോദിക്കണമെന്ന് വിചാരിക്കും. നമ്മളെ പണ്ട് കുമാരമാജ അടിച്ച കേസ് വല്ല എന്തായിക്കുവാനെ? അതെല്ലാം നേരം തന്നെ അങ്ങ് തീർന്നേക്കില്ലേ? എല്ലാ നിങ്ങളും നമ്മളെ പൊൻത്തിലെ മൂസയ്ക്ക് തമ്മിൽ എന്തോ ഒരു കേസ് ഉണ്ട്, എന്തെല്ലോ പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞ സംഭവം. അതൊന്നും ഇല്ലടാ, അത് നമ്മളെ പൊൻത്തിലെ മുസക്കന്റെ ഒരു 3.5 സെന്റ് സ്ഥലം ഞാൻ അറിയാണ്ട് ഇങ്ങ് കൂട്ടിയെടുത്തു പോയി. അത് അന്നേരം തന്നെ പിടിച്ച ഒരു കേസ് കൊടുത്ത് ഞാളെല്ലാരും കോടതിയിലായി. അങ്ങനെ മൂസക്ക നല്ലൊരു വക്കീലിനെ അങ്ങോട്ടേക്ക് ഞാൻ നമ്മളെ കറുത്ത കണ്ണനെയാ കൂട്ടിയെ. അതിന് കറുത്ത കണ്ണം വക്കീലാറ്റ? വക്കീലൊന്നും വേണ്ടോടെ നല്ലോണം വർത്താനം പറയുന്ന ആരെങ്കുമായി. അങ്ങനെ എന്നെ ഒരു കൂട്ടിൽ നിപ്പിച്ച്, അതുപോലെ തന്നെ പൊൻത്തില് മൂസാക്കിനെ ഒരു കൂട്ടിൽ നിപ്പിച്ച്, അങ്ങനെ എന്ത് പണിയെടുത്ത് പൊൻത്തില് മൂസാക്കന്റെ വക്കീൽ എന്നോട് ചോദിക്കുന്ന കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാൻ പാടുള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞ ഞാള് കള്ളത്തരം പറയലുണ്ട്? ഞാളെല്ലാം സത്യം തന്നെ അവനെ പറയലുള്ളൂ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ജാനു. താങ്കൾ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഞാനല്ലടോ നിരപരാധി, ആ കൂട്ടിലിരിക്കുന്ന പൊൻത്തിലെ മൂസെ. നിങ്ങളെല്ലാരും കൂടിയിട്ട് എന്നെ അങ്ങനെ നിരപരാധിയാക്കോ നോക്കണ്ട. അങ്ങനെ തന്നെ ജാനു പറഞ്ഞു കൊടുക്കിഞ്ഞ്. ഓർഡർ ഓർഡർ ഓർഡർ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും കുറ്റിക്കപ്പെടരുതെന്നാണ് ഈ കോടതി അനുശാസിക്കുന്നത്. ഇനി ബ്ലാക്ക് കണ്ണന് എന്താണ് പറയാനുള്ളത്? അത് ജഡ്ജി പിന്നെ നിരപരാധിന്റെ അർത്ഥം എന്തെന്നാന്ന് അറിയാത്തത് കൊണ്ടാണ് ജാനുവിനോട് അങ്ങനെ പറഞ്ഞു പോയത്. ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഓഹോ അങ്ങനെയോ? എങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ജാനുവിന് എന്താണ് കോടതിയോട് പറയാനുള്ളത്? എനക്കൊന്നും പറയാനില്ലടാ, സുഖയില്ല എനിക്ക്. അതന്നെ, എനിക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല, തീരെ കാണുന്നില്ലടോ കാഴ്ച. അതുകൊണ്ട് അന്നേരം ഞാൻ ഓന്റെ സ്ഥലം ഞാൻ കൂട്ടിയെടുക്കുന്നു. അത് തീരെ കാഴ്ചയില്ല. നീ ജഡ്ജിന്റെ കയ്യിൽ ഒരു മുട്ടി പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്? അതെ കാണുന്നുണ്ട്. എന്നാ ഞാനത് തീരെ കാണുന്നില്ല. കയ്യിലുണ്ടോന്ന് തന്നെ ഞാൻ അറിയുന്നില്ല, തീരെ കാണുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാരവും കൊണ്ടുവന്നിക്കില്ല കുരിപ്പ, ഒരു കൂതാരവും കൊണ്ടുവന്നിക്കില്ല. ഓർഡർ ഓർഡർ ഓർഡർ. പരിശുദ്ധമായ ആധാരത്തെ കുതാരം എന്ന് പറഞ്ഞ് അവഹേളിച്ച ജാനു കോടതി അലക്ഷ്യത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ജഡ്ജി ക്ഷമിക്കണം. ഉൾനാട്ടിൽ നിന്ന് വരുന്ന ജാനു ആധാരത്തെ ആധാരമെന്നും കൂതാരം എന്നുദ്ദേശിച്ചത് ആധാരിടുന്ന പാക്കറ്റിനെ കൊണ്ടാണ്. ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആധാരവും അതിന്റെ പാക്കറ്റും കൊണ്ടുവന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓഹോ അങ്ങനെയോ? അതന്നെ. ഓ എന്റെ കണ്ണ ഭാവി ഒന്നും പറയണ്ടേ. കോടതി എന്നൊരു കരുണ അങ്ങ് പറഞ്ഞു. അങ്ങനെ വാദിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു മയക്കാറ് വന്ന് കോടതി പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു. എന്തിനാ ഞാനോടത്തി മയക്കാറ് വന്നേന് കോടതി പിറ്റേന്നത്തേക്ക് മാറ്റിയേക്കുന്നു? മയക്കാറ് വന്നോക്കുമ്പോ നമ്മളെ കറുത്ത കണ്ണനെ കാണുന്നില്ലടോ, ഒറ്റയാ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചതാ. ശരിയാ. എന്നിട്ട് അങ്ങനെ ഞാൻ കറുത്ത അണ്ണനെ സുകാര്യം വിളിച്ചു ചോദിച്ചു, നമ്മള് ജഡ്ജിക്ക് എന്തെങ്കിലും കൈക്കൂലിയറ്റം കൊടുത്താല് കേസുകള് നമ്മള് ജയിക്കുക കണ്ണാന്ന് വെച്ചു. അപ്പാട് കണ്ണൻ പറഞ്ഞ ഒരു കാരണവശാലു നിങ്ങള് പിന്നെ കൈക്കൂലി കൊടുക്കറ്, കൈക്കൂലി കൊടുത്താല് ജയിക്കുന്ന കേസാണെങ്കിലും ഓറ് തോപ്പിച്ചാളി എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനത്തെ ആളാ അയാള്? ജയിക്കുന്ന കേസാങ്കിലും ഒരു തോപ്പിച്ചാടില്ലേ കൈക്കൂലി കൊടുത്താല്? ആമനെ ഓറ് സത്യക്രിസ്ത്യാനിയാ പോലും. ഒന്നും പറയണ്ട. അപ്പാട് ഞാൻ പറഞ്ഞ് കൈക്കൂലി എന്തായാലും ഞാൻ കൊടുക്കും, എനിക്ക് ജയിക്കണം കേസ് എന്ന് പറഞ്ഞു. അപ്പാട് കണ്ണൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ, നാളെ ഞാൻ വരുമല്ല, നിങ്ങൾ ഒറ്റക്ക് വാദിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞെന്നാ പിന്നെ ഇനി വരുന്നില്ല, വരണ്ട, ഞാൻ ഒറ്റക്ക് വാദിക്കും. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഒറ്റക്ക് വാദിച്ച് മക്കളെ, ഒറ്റക്ക് ജയിച്ചു. അത് ശരി, നിങ്ങൾ ജയിച്ചാ? ഭാവി ഞാൻ ജയിച്ചടോ. അങ്ങനെ കറുത്ത അണ്ണനാ ഓടിക്കൊണ്ട് എന്റെ ആടെ വന്നിട്ട് ചോദിച്ചല്ല ജാനു, ഇനി കേസ് ജയിച്ചിക്കെന്ന് പറയുന്നിട്ടല്ലോ, ഇനി വല്ലാത്തൊരു കുഞ്ഞുമോളെന്നെ ഇഞ്ഞങ്ങനെ ജയിച്ച് ഇങ്ങനെ കൈക്കൂലി കൊടുത്തുക്കോന്ന് ചോദിച്ചു. അപ്പാട് ഞാൻ പറഞ്ഞു ഞാൻ കൈക്കൂലി കൊടുത്തു. അപ്പാട് കണ്ണൻ പറഞ്ഞ് കൈക്കൂലി കൊടുത്താൽ ഒരു കാരണവശാലും ഒരു ജയിപ്പിക്കും എല്ലാരും. അപ്പാട് ഞാൻ പറഞ്ഞു ശരിയാ കണ്ണ, ഒരു കാരണവശാലും ജയിപ്പിക്കുമല്ല. ഞാൻ കൈക്കൂലി കേളപ്പാട്ടിന്റെ അടുത്ത് കൊടുത്തുവിട്ട് ഇത് പൊൻത്തിലെ മൂസൊക്കെ തന്നതാന്നും പറഞ്ഞിട്ടാ കൊടുത്തുവിട്ട്. ഓമനകല്ലരി കുട്ടിച്ചാത്ത, നിന്റെ മനസ്സെന്നോടുണ്ടെങ്കിലേ
ഏതെങ്കൊരു പോയോണ്ടാലേ മാനം കെടാണ്ടിങ് പോന്നുവല്ലോ. എന്റെ ഒപ്പം കീഞ്ഞി പുറപ്പെടണേ ഓമന കല്ലരി കുട്ടിച്ചാത്ത. പനിയാക്കുറുള്ളി കുഞ്ഞിച്ചക്കു ഒനോക്കിടന്നങ്ങുറങ്ങുന്നേരം ഒനോക്കിടന്നങ്ങുറങ്ങുന്നേരം ചെലാല മൂത്തപ്പൻ ദൈവം താനെ, ചെലാല മൂത്തപ്പൻ ദൈവം താനെ. ഉറക്കത്തനാങ്കിന കാട്ടുണ്ടല്ലോ, ഉറക്കത്തനാങ്കിന കാട്ടു.